അപ്പോൾ തർക്കം ഇപ്പോൾ ഇത് ആരുടെ സ്വപ്നമാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത് ജനങ്ങളുടെ സ്വപ്നമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തുറമുഖമായി വിഴിഞ്ഞം മാറാൻ പോവുകയാണ്. അതിൻ്റെ മുഴുവൻ പണിയും കഴിഞ്ഞിട്ടില്ല. 2024 മെയ് മാസത്തിലെ അത് പൂർണ്ണമായി കമ്മീഷൻ ചെയ്യാൻ സാധിക്കൂ എന്നാണിപ്പോൾ ഇന്നലെ മന്ത്രി ശ്രീ അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞത്. ഇത് വന്നാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ വലിയ തോതിൽ നമ്മുടെ സാമ്പത്തിക മേഖലയിൽ വലിയ കുതിപ്പ് ഉണ്ടാവും, വികസനത്തിൻ്റെ കാര്യത്തിൽ വലിയ കുതിപ്പുണ്ടാവും. ഇപ്പോൾ സിംഗപ്പൂരും അതുപോലെ തന്നെ ദുബായിലും എല്ലാം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ കണ്ടെയ്നർ ബിസിനസ് അതിൻ്റെ ഒരു വലിയ തോത് അളവ് കേരളത്തിലേക്ക് എന്ന് വെച്ചാൽ വിഴിഞ്ഞത്തിലേക്ക് മാറും. വിഴിഞ്ഞം കടൽ തീരം തന്നെ സ്വാഭാവികമായി വലിയ ആഴമുള്ളതാണ്. നിങ്ങളൊരു വലിയ ഷിപ്പിനെ, ഒരു കണ്ടെയ്നർ ഷിപ്പിനെ ഒന്ന് മനസ്സിൽ സങ്കല്പിക്കുക. വലിയ ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 4 ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ എല്ലാം അത്രയും വലുപ്പമുള്ള ഒരു വലിയ ഷിപ്പിന് കഴിയുന്ന ഒരു തീരമാണ് വിഴിഞ്ഞത്തിലേത്. ഒരു വർഷം 10 ലക്ഷം കണ്ടെയ്നറുകളുടെ വ്യവഹാരങ്ങൾ ഈ തുറമുഖത്ത് നടക്കും എന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ജോലികൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇത്രയും വലിയൊരു പദ്ധതി എന്തുകൊണ്ട് വൈകിപ്പോയി? ഇതാണല്ലോ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ ചോദ്യം. ആരാണ് യഥാർത്ഥത്തിൽ ഈ പദ്ധതി കൊണ്ടുവന്നത്? സ്വാഭാവികമായും നോക്കൂ, സർക്കാരുകൾ എന്നൊക്കെ പറയുന്നത് ഒരു തുടർച്ചയാണ്. മാറി മാറി വരുന്ന സർക്കാരുകൾ പല പദ്ധതികൾക്ക് അവരുടേതായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ടാവും. ഇതെല്ലാം യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഗോവിന്ദമാഷ് പറഞ്ഞ നായനാരുടെ കാലത്തെ ഒരു സ്വപ്നത്തിൽ നിന്ന് തുടങ്ങാം. ഇ കെ നായനാർ, CPIM-ൻ്റെ നേതാവ്, അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നത് 1999 വരെയുള്ള 95 മുതൽ 99 വരെയുള്ള കാലത്താണ്. യഥാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആദ്യത്തെ കരാർ ഒപ്പുവെക്കുന്നത് 99-ൽ നായനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് LDF ഗവൺമെൻറ്റാണ്. പക്ഷേ ആ ഗവൺമെൻറ് അപ്പോൾ പോകുന്നു. അതിന് പകരമായി കേരളത്തിൽ 99-ൽ ആദ്യം ആൻ്റണിയുടെ, പിന്നീട് അദ്ദേഹം ഇടയ്ക്ക് വെച്ച് നിർത്തി ഉമ്മൻചാണ്ടിയുടെ സർക്കാരുകൾ എന്ന് വെച്ചാൽ UDF സർക്കാരുകൾ അധികാരത്തിൽ വരുന്നു. അപ്പോൾ ആ സമയത്ത് നായനാർ തുടങ്ങി വെച്ചു എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹം ഒപ്പിട്ടിട്ടുള്ള ആ കരാറുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനവും ഈ സർക്കാരുകൾ നടപ്പാക്കേണ്ടായില്ല. എന്ന് മാത്രമല്ല, അവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ കരാർ അങ്ങോട്ട് റദ്ദാക്കിയിട്ട് സൂം ഡെവലപ്പേഴ്സിന് പുതിയൊരു കരാർ, ഇതൊരു കമ്പനിയുടെ പേരാണ്, പുതിയൊരു കരാർ നൽകി. 2005 കാലത്തെ UDF-ൻ്റെ സർക്കാർ. 2006-ൽ ആ സർക്കാർ പോയി. ഈ കരാർ നൽകി എന്നല്ലാതെ അതിൽ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും നടന്നില്ല, ഒരു വർക്കും ചെയ്തില്ല. 2006-ലാണ് VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. അവരെന്ത് ചെയ്തു? ഇതുമായി മുന്നോട്ട് പോയി. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ സഹായം അല്ലെങ്കിൽ അവരുടെ അനുമതിയൊക്കെ ഇതിന് ആവശ്യമാണ്. അന്ന് കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെൻറ്റാണ്. അവർ ഈ പദ്ധതിക്ക് മുടക്കം നിൽക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള കക്ഷികൾ അവർക്ക് ചൈനീസ് ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ചൈനയിലെ ചില ആളുകളുടെ ഷെയറുകളുണ്ട്, അതുകൊണ്ട് അത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് ആ കരാറ് നടപ്പിലാക്കാനുള്ള അനുവാദം കേന്ദ്ര സർക്കാർ തന്നില്ല. അപ്പോൾ VS ഗവൺമെൻറ് എന്ത് ചെയ്തു? ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ട് PPP ആയിട്ട് എന്ന് വെച്ചാൽ പബ്ലിക് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആ ഒരു മെത്തേഡിൽ ഈ തുറമുഖം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമം നടത്തി. അതിനു വേണ്ടിയിട്ട് ഒരു ആഗോള മീറ്റ് നടത്തി കരാറ് വിളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഒരു കമ്പനി നെഗറ്റീവ് ടെൻഡർ വിളിച്ചു. ലാൻകോ കൊണ്ടപ്പള്ളി എന്ന ഒരു കമ്പനി നെഗറ്റീവ് ടെൻഡർ എന്ന് പറഞ്ഞാൽ ഈ തുറമുഖം യാഥാർത്ഥ്യമാക്കിയിട്ട് അവർ കേരള സർക്കാരിന് ഇങ്ങോട്ട് പണം കൊടുക്കും. 115 കോടി രൂപ നിങ്ങൾക്ക് അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞ് ഈ കമ്പനി അവർ ഇത് സന്നദ്ധമായിട്ട് വരികയുണ്ടായി. അപ്പോൾ ഈ സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന സൂം ഡെവലപ്പേഴ്സ് ഉണ്ടല്ലോ, അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് എന്ന് വെച്ചാൽ UDF സർക്കാരിൻ്റെ കാലത്ത് വന്നിട്ടുള്ള ആളുകളാണ്. അവർ കോടതിയിൽ പോയി. ഇതാകെ നിയമ വ്യവഹാരത്തിൽ ഈ നൂലാമാലയിൽ പെട്ട് അങ്ങനെ കിടന്നപ്പോൾ ലാൻകോ കൊണ്ടപ്പള്ളി ആ കമ്പനി ഇതിൽ നിന്ന് പിൻവാങ്ങി. അപ്പോൾ അങ്ങനെ വീണ്ടും ഈ പദ്ധതി അവതാളത്തിലായി. അപ്പോൾ സർക്കാർ എന്ത് ചെയ്തു? VS സർക്കാർ എന്ത് ചെയ്തു?
ഇന്റർനാഷണൽ ഫൈനാൻസ് കോർപ്പറേഷൻ IFCയെ ഇതിൻ്റെ കൺസൾട്ടൻ്റായി നിയമിച്ചു. ഈ കൺസൾട്ടൻ്റ് ഏജൻസി എന്ത് ചെയ്തു? ബ്രിട്ടൻ ആസ്ഥാനമായിട്ടുള്ള ഡ്യൂറി എന്നു പേരുള്ള ഒരു സ്ഥാപനത്തിന് മാർക്കറ്റ് പഠനത്തിനുള്ള ചുമതല കൊടുത്തു. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള പഠനങ്ങൾ. അവരെന്ത് പറഞ്ഞു? ഡ്യൂറി എന്ത് പറഞ്ഞു? അവർ പറഞ്ഞു ഇത് PPP ആയിട്ട് ഇങ്ങനത്തെ ഒരു തുറമുഖം കൊണ്ടുവരുന്നത് കേരളത്തിൽ പ്രായോഗികമല്ല, അതിനു പകരം ഇത് സർക്കാർ ഉടമസ്ഥതയിലാണ് കൊണ്ടുവരേണ്ടത് എന്ന് പറയുകയും ആ മട്ടിലുള്ള ഒരു തീരുമാനവുമായി VS സർക്കാർ മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ തുക സ്വാഭാവികമായിട്ടും സർക്കാർ കണ്ടെത്തണം. സർക്കാരിന് അതിനുള്ള അത്രയും വലിയ തുക ചെലവഴിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരു സ്വകാര്യ പങ്കാളിയെ കണ്ടെത്താനുള്ള ശ്രമം ആ സർക്കാർ നടത്തി. ഇതിന് അനുബന്ധമായിട്ട് എന്ത് ചെയ്തു? സ്ഥലം ഏറ്റെടുത്തു. VS സർക്കാർ 120 ഏക്കർ സ്ഥലം ഏറ്റെടുത്തു. കൂടാതെ ശുദ്ധജല വിതരണ, ഈ ഭാഗത്തേക്കുള്ള ശുദ്ധജല വിതരണത്തിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കി. ദേശീയപാതയിൽ നിന്ന് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ, ഈ തുറമുഖം നിൽക്കുന്ന സ്ഥലത്തേക്ക് 4 വരി പാതയ്ക്കുള്ള അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. റെയിൽ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു. ഇത്തരം കാര്യങ്ങളെല്ലാം ആ ഗവൺമെൻറ് ചെയ്തു. 2010 ഒക്ടോബറിൽ തുറമുഖം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പരിസ്ഥിതി ക്ലിയറൻസിന് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു. ആലോചിക്കണം, അന്ന് UPA ഗവൺമെൻറ്റാണ് രാജ്യം ഭരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള 5 മന്ത്രിമാർ, ശ്രീ ആന്റണിയും വയലാർ രവിയും ഉൾപ്പെടെ പ്രമുഖരായിട്ടുള്ള ഈ നേതാക്കൾ ഉൾപ്പെടെയുള്ള 5 മന്ത്രിമാർ കേന്ദ്ര മന്ത്രിസഭയിൽ അംഗങ്ങളാണ്. ഈ സമയത്ത് ഇതിൻ്റെ പരിസ്ഥിതി ക്ലിയറൻസിന് വേണ്ടി സമീപിക്കുകയാണ് കേന്ദ്ര സർക്കാരിനെ. അന്ന് പരിസ്ഥിതി മന്ത്രി ശ്രീ ജയറാം രമേശാണ്. മന്ത്രാലയം അനുമതി കൊടുത്തില്ല. ഏതിന് അനുമതി കൊടുത്തില്ല? പാരിസ്ഥിതിക പഠനം നടത്തുന്നതിനെ. പിന്നല്ലേ തുറമുഖത്തിൻ്റെ നിർമ്മാണം. അവർ വളരെ വിചിത്രമായിട്ടുള്ളൊരു വാദമാണ് പറഞ്ഞത്. തൊട്ടടുത്ത് വല്ലാർപാടം, തൂത്തുക്കുടി, ചെന്നൈ, കുളച്ചൽ തുടങ്ങിയിട്ടുള്ള തുറമുഖങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിന് ഒരു പരിസ്ഥിതി ആഘാത പഠനം നടത്താനുള്ള അനുവാദം തരാൻ പറ്റില്ല എന്ന വിചിത്രമായിട്ടുള്ളൊരു വാദം ഉന്നയിച്ചിട്ട് UPA ഗവൺമെൻറ് ഇതിനെ തടസ്സം നിന്നു. സ്വാഭാവികമായിട്ടും അത് കേരളത്തിലെ UDF നേതൃത്വത്തിൻ്റെ ഒക്കെ ഒരു സമ്മർദ്ദത്താലായിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വീണ്ടും അപേക്ഷ കൊടുത്തു. പക്ഷേ അതിന് വീണ്ടും അനുമതി നിഷേധിക്കപ്പെട്ടു. ആ സർക്കാർ പോകുന്നു. 2011 ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് വരുന്നു. 1-2 കൊല്ലം ഒരു നീക്കവും നടക്കുന്നില്ല. ഈ സമയത്ത് ഇപ്പോൾ CPM ഇതിന് എന്തോ നേരത്തെ എതിരായിരുന്നു എന്നുള്ള മട്ടിൽ ചില പത്രവാർത്തകളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. നിങ്ങൾക്ക് പഴയ പത്രങ്ങളുടെ ആർക്കൈവ്സിലൊക്കെ പരിശോധിച്ചാൽ കാണാൻ പറ്റും. 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിയമസഭയ്ക്കകത്തും പുറത്തും വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് വലിയ പ്രക്ഷോഭങ്ങൾ LDFന്റെ CPIMന്റെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി. സഭയ്ക്കകത്ത് സബ്മിഷനുകളും ചോദ്യങ്ങളും ഒക്കെ ആയിട്ടുള്ള പരിശ്രമങ്ങൾ MLA മാർ നടത്തി. അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു, ശ്രദ്ധ ക്ഷണിച്ചു സഭയുടെ. ഇത് കൊണ്ടുവരാൻ വേണ്ടി സഭയ്ക്ക് പുറത്തോ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തി. ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാവും, വിഴിഞ്ഞത്ത് നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക്, തിരുവനന്തപുരത്തേക്ക് മനുഷ്യ ചങ്ങല സംഘടിപ്പിച്ചു. ഒരു സമരം 262 ദിവസത്തോളം നീണ്ടുനിന്ന തുടർച്ചയായിട്ടുള്ള സമരം. എന്തിന്? പദ്ധതി വരാതിരിക്കാനല്ല, അല്ലെങ്കിൽ പദ്ധതിയെ തടസ്സപ്പെടുത്താനല്ല, പദ്ധതി വരണമെന്ന് നിർബന്ധിച്ചുകൊണ്ടാണ്. അതിനു വേണ്ടിയിട്ടുള്ള സമരങ്ങളാണ്. ഈ സമയത്താണ് 2014 കേന്ദ്രത്തിൽ UPA ഗവൺമെൻറ് പോകുന്നു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വരുന്നു. അപ്പോൾ ഈ നിരന്തരമായ സമ്മർദ്ദങ്ങളുടെ, സമരങ്ങളുടെ ഒക്കെ ഭാഗമായി വീണ്ടും ഒരു കരാർ കൊണ്ടുവരാൻ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ശ്രമിക്കുന്നു. അങ്ങനെ ടെൻഡർ വിളിക്കുന്നു. ആ ടെൻഡറിൽ ഒരാൾ മാത്രം പങ്കെടുത്ത, ആ ഒരാൾ ആരാണ്? അദാനി പോർട്ടാണ്, അദാനിയാണ്. ആ ഒരാൾ മാത്രം പങ്കെടുത്ത ഒരു ടെൻഡർ ഉറപ്പിക്കുകയാണ്. ആ ടെൻഡറിലൊരു വ്യവസ്ഥ എന്താ? 57%, മൊത്തം സംഖ്യയുടെ 57% സംസ്ഥാന സർക്കാർ വഹിക്കണം, 11% കേന്ദ്ര സർക്കാർ വഹിക്കണം, 32% അദാനി പോർട്ട് അവർ വഹിക്കണം. ഇതാണ് ആ ടെൻഡറിലെ വ്യവസ്ഥ. തീർച്ചയായിട്ടും ഈ ടെൻഡർ വ്യവസ്ഥകളെ CPIM LDF വലിയ തോതിൽ എതിർക്കുകയുണ്ടായി. എന്തുകൊണ്ട്? ഇത് സംസ്ഥാന താല്പര്യങ്ങൾക്കെതിരാണ്, വലിയ അഴിമതിയാണ്, 5000 കോടി രൂപയുടെ നേരിട്ടുള്ള അഴിമതി ഇതിൻ്റെ ഭാഗമായി നടക്കുന്നു എന്ന് വിശ്വാസ്യയോഗ്യമായ തരത്തിൽ തെളിയിക്കപ്പെട്ടതിൻ്റെ, ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ CPIM ആ കരാറിനെ എതിർക്കുകയുണ്ടായി. മാത്രമല്ല, ഇന്ത്യയിൽ ഈ PPP എന്നൊക്കെ പറഞ്ഞാൽ 30 വർഷത്തേക്കാണ്
അവർക്ക് കൊടുക്കുക. ഏത് കമ്പനിയാണെങ്കിലും അവർക്ക് 30 വർഷത്തേക്കാണ് അതിനുള്ള അവർക്ക് അതിൽ നിന്ന് ലാഭമെടുക്കാനുള്ള അനുവാദം കൊടുക്കുക. പക്ഷേ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഒരു 10 വർഷം കൂടി അധികമായി 40 വർഷത്തേക്ക് ഇതിൻ്റെ ലാഭം മുഴുവൻ കൊണ്ടുപോകാൻ അദാനി പോർട്ടിന് സഹായം നൽകുന്ന തരത്തിലുള്ള വ്യവസ്ഥയാണ് ഉണ്ടാക്കിയത്. ഈ സമയത്താണ് ഇപ്പോൾ CPIM ദേശാഭിമാനി പത്രം കടൽ കൊള്ള എന്നൊക്കെ പറഞ്ഞ് വലിയ പത്രത്തിൻ്റെ പേജ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. നോക്കൂ, ആ പത്രം 2016 ഏപ്രിൽ മാസം 25-ാം തീയതിയിലെ പത്രമാണ്. നിങ്ങൾ ദയവ് ചെയ്ത് ആ പത്രം ഒന്ന് എടുത്ത് വായിച്ച് നോക്കണം. ആ പത്രത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, സർക്കാരുകൾ ഒരു തുടർച്ചയാണ്. CPIM LDF ശ്രീ ഉമ്മൻചാണ്ടി പറയുന്നത് പോലെ ഈ തുറമുഖ പദ്ധതിക്കെതിരല്ല. പക്ഷേ കേരളത്തിന് വലിയ തോതിൽ നഷ്ടമുണ്ടാക്കുന്ന തരത്തിൽ, വലിയ അഴിമതിക്ക് കാരണമാകുന്ന തരത്തിൽ ഈ കരാർ കൊണ്ടുവരുന്നതിനെ ഞങ്ങൾ എതിർക്കുന്നു. ഈ കരാറിലെ അഴിമതിയെയാണ് എതിർക്കുന്നത്, അല്ലാതെ ഈ പോർട്ടിനെ അല്ല എന്ന് ആ പത്രവാർത്തയുടെ അടിയിൽ അതിൻ്റെ റണ്ണിങ് മാറ്ററിൽ എടുത്തു പറയുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. 1% 15 വർഷത്തിന് ശേഷം കേരളത്തിന് നേരിട്ടുള്ള അതിൽ നിന്നുള്ള ലാഭവിഹിതം മൊത്തം വരുമാനത്തിൻ്റെ 1%. അതൊക്കെ കുറച്ചുകൂടി നെഗോഷിയേറ്റ് ചെയ്തിട്ട് 15 വർഷമൊക്കെ 53% തുക വിനിയോഗിക്കുന്ന ഒരു ഗവൺമെന്റിന് അത്രയും കാത്തിരിക്കേണ്ടതുണ്ടോ തുടങ്ങിയിട്ടുള്ള ന്യായമായ സംശയങ്ങളാണ് അന്ന് ഉയർന്നു വന്നത്. ഇക്കാരണങ്ങൾ കൊണ്ടാണ് ഈ കരാറിനെ അന്ന് വാസ്തവത്തിൽ നമ്മൾ എതിർത്തത്. അപ്പോൾ ഇങ്ങനൊരു കരാർ ഉണ്ടാക്കുന്നു. അതിനുശേഷമോ ആ സർക്കാരിൻ്റെ അവസാനത്തെ കാലത്ത് ഒരു കല്ലിട്ട് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ അദാനിയുമായിട്ട് വാസ്തവത്തിൽ സംസ്ഥാന താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു കരാർ ഉണ്ടാക്കുന്നു. ആ കരാർ എവിടെയാണ് ഉണ്ടാക്കുന്നത്? അതിനു മുൻപ് VS ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള നല്ല കരാറിനെ റദ്ദു ചെയ്ത് ആ കരാറിൻ്റെ പുറത്ത് ആ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന വികസന സൗകര്യത്തിൻ്റെ ഒരു ചെറിയ പരിപാടികളെല്ലാം നടത്തിയതിന് ശേഷമുള്ള ഒരു കരാർ ഉണ്ടാക്കുന്നു. ആ കരാറിനെ തുടർന്ന് ഒരു കല്ലിടുന്നു. അപ്പോൾ ഒരു പദ്ധതിക്ക് ഒരു തറക്കല്ലിട്ടാൽ, ഒരു കല്ലിട്ട് പോയാൽ ആ കല്ലിട്ടയാളാണ് പദ്ധതിയുടെ പിതാവ് എങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടിക്ക് അവകാശപ്പെട്ട ഒരുപാട് വികസന പദ്ധതികൾ കേരളത്തിലുണ്ട്. ഞാനൊരു പാലക്കാട് ജില്ലക്കാരനായതുകൊണ്ട് ഒരു പദ്ധതിയുടെ കാര്യം പറയാം. അത് കഞ്ചിക്കോട്ടെ കോച്ച് ഫാക്ടറിയാണ്. കഞ്ചിക്കോട്ടെ കോച്ച് ഫാക്ടറി ഒരുപാട് വർഷങ്ങളായി കേരളത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പാലക്കാട്ടുകാർക്ക് പ്രത്യേകിച്ചും ഇങ്ങനെ ഇന്ന് വരുന്നു നാളെ വരും എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. UPA സർക്കാരിൻ്റെ കാലത്ത് 2012 ഫെബ്രുവരി 21 അന്നത്തെ കേന്ദ്ര റെയിൽവേ മന്ത്രി ദിനേശ് ത്രിവേദിയും ഉമ്മൻചാണ്ടിയും ചേർന്ന് പാലക്കാട് കോട്ട മൈതാനിയിൽ ഒരു കല്ലിട്ടു. ആലോചിച്ച് നോക്കണം കേട്ടോ. കഞ്ചിക്കോട് എന്ന് പറയുന്നത് പാലക്കാട് ടൗണിൽ നിന്ന് 10-20 കിലോമീറ്റർ ദൂരെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ സ്ഥലമൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. അവിടെ നേരത്തെ കല്ലിട്ടിട്ടുണ്ട്. ഈ സ്ഥലം ഏറ്റെടുത്തത് VS ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. പക്ഷേ ഉമ്മൻചാണ്ടി സാർ, അദ്ദേഹം വികസനത്തിൻ്റെ വലിയ അപ്പോസ്തലനാണല്ലോ, അത് എന്ത് ചെയ്തു? തെരഞ്ഞെടുപ്പിൻ്റെ മുഖത്ത് കണ്ണ് പൊടിയിടാൻ വേണ്ടിയിട്ട് കോട്ട മൈതാനത്ത് ഒരു കല്ലിട്ടു. അതിപ്പോൾ നായ്ക്കളെല്ലാം മൂത്രമൊഴിക്കാൻ സൗകര്യത്തിൽ അതിവിടെ കിടക്കുന്നുണ്ടോ എന്തോ എന്നറിയില്ല. അപ്പോൾ ആ കല്ല്, അതിൻ്റെ പിതൃത്വവും, കല്ലിൻ്റെ അല്ല, കഞ്ചിക്കോട്ടെ കോച്ച് ഫാക്ടറിയുടെ പിതൃത്വവും, അവിടുന്ന് ഇപ്പോൾ കോച്ചുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഉമ്മൻചാണ്ടി സാർ തറക്കല്ലിട്ട ആ ഫാക്ടറി എല്ലാം നിലവിൽ വന്നതിന് ശേഷം അമ്മട്ടിൽ ഒരു കല്ലിട്ട് 2016 ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. തുടർന്നാണ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വരുന്നത്. ആ ഗവൺമെൻറ് എന്ത് ചെയ്തു? നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള കരാർ റദ്ദു ചെയ്തില്ല. എന്തുകൊണ്ട് റദ്ദു ചെയ്തില്ല? അങ്ങനെ റദ്ദു ചെയ്താൽ, അതിനു മുമ്പുണ്ടായൊരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. 10-15 വർഷക്കാലമായി ഈ നിയമ വ്യവഹാര നൂലാമാലകളിൽ ഇങ്ങനെ പെട്ട് ഈ പദ്ധതി നഷ്ടപ്പെടരുത് എന്ന ഒരു താല്പര്യം മുൻനിർത്തി ആ കരാറുമായി തന്നെ മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിക്കാനുണ്ടായത്. നോക്കൂ, ഒരു കല്ലിന് മുകളിൽ ഒരു കപ്പലും വരില്ല, ഒരു തുറമുഖവും യാഥാർത്ഥ്യമാവില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. 2010 ഓഗസ്റ്റ് 11 വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആദ്യഘട്ട ഉദ്ഘാടനം, വർഷം മറക്കണ്ട, 2010 VS ഗവൺമെൻറ് ഇരിക്കുന്ന സമയത്ത് VS അച്യുതാനന്ദൻ ഈ തുറമുഖത്തിൻ്റെ ആദ്യഘട്ട ഉദ്ഘാടനം നിർവഹിച്ചതാണ്. ആ ഉദ്ഘാടനത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ, വിഴിഞ്ഞത്തിലെ MLA ഒക്കെ പങ്കെടുത്തതാണ്.
ആ സമയമാകുമ്പോഴേക്ക് തുറമുഖത്തിന് ആവശ്യമായ ചില കാര്യങ്ങൾ ആ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്നുള്ള 5 വർഷക്കാലം 1 രൂപ പോലും ചെലവഴിച്ചില്ല, ഒട്ടും സ്ഥലം ഏറ്റെടുത്തില്ല, ഒരു പദ്ധതിയും ചെയ്തില്ല, പകരം ഒരു തറക്കല്ലിട്ട് പോയി. അങ്ങനെയാണ് 2016 പിണറായി വിജയന്റെ സർക്കാർ വരുന്നത്. കഴിഞ്ഞ ഒരു 7-8 വർഷക്കാലത്തെ നിരന്തരമായ പരിശ്രമമാണ്, സർക്കാരിന്റെ ഇടപെടലുകളാണ് ഇപ്പോൾ ഈ പദ്ധതിയെ യാഥാർത്ഥ്യമാക്കിയത്. ഗവൺമെന്റ് 4600 കോടി രൂപയാണ് ഈ 6-7 വർഷത്തിനിടയിൽ ഇതിനു വേണ്ടി ചെലവഴിച്ചത്. 860 കോടി രൂപ കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുണ്ട്, ബാക്കി തുക അദാനി പോർട്ടിൻ്റെതാണ്. എന്തെല്ലാമാണ് പിണറായി ഗവൺമെന്റ് ചെയ്തത്? ഞാൻ പറഞ്ഞല്ലോ, VS ഗവൺമെന്റ് 120 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്തത്, ബാക്കി ഭൂമി ഏറ്റെടുത്തു. കരിങ്കൽ ക്ഷാമം വലിയ തോതിൽ നിർമ്മാണ പ്രവർത്തനത്തിന് നേരിട്ടപ്പോൾ പുതിയ കരിങ്കൽ ക്വാറികൾ തുടങ്ങി. ആ ക്വാറികൾ പൊട്ടിച്ച് കല്ല് കൊണ്ടുവരാൻ അതിനൊക്കെ പറ്റുന്ന തരത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി. കേന്ദ്രവിഹിതം 816 കോടിയാണ്, 860 അല്ല, 816 കോടി രൂപയാണ്. ആ വിഹിതം ലഭ്യമാകുന്നതിന് വേണ്ടി VGF സ്കീമിൻ്റെ അവസാനത്തെ അംഗീകാരം ലഭ്യമാകുന്നതിനുള്ള പരിശ്രമങ്ങൾ നടത്തി. 350 മീറ്റർ ഉണ്ടായിരുന്ന പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന 350 മീറ്റർ പുലിമുട്ട് 2460 മീറ്ററായി ദീർഘിപ്പിച്ച് നിർമ്മാണം നടത്തി. ഡ്രഡ്ജിങ്ങും ഡിക്ലറേഷനും അതിൻ്റെ ജോലികൾ 68% പൂർത്തിയാക്കി. കാട്ടാക്കടയിൽ നിന്ന് 220 കിലോവാട്ട് ലൈൻ സ്ഥാപിച്ചു. വൈദ്യുതി ഇലക്ട്രിസിറ്റിയുടെ ലഭ്യതയ്ക്ക് വേണ്ടി 220 കിലോവാട്ട് സബ്സ്റ്റേഷൻ പുതിയതായിട്ട് കമ്മീഷൻ ചെയ്തു. 130 ഏക്കർ കണ്ടെയ്നർ യാർഡ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതിലേക്ക് 40 ഏക്കറിൻ്റെ യാർഡ് നിർമ്മാണം പൂർത്തിയാക്കി. ഇങ്ങനെ ഇതിനൊക്കെയാണ് ഈ 4600 കോടി രൂപ ചെലവഴിച്ചത്. ഈ മട്ടിൽ വലിയ തോതിലുള്ള ഏകോപനം സാധ്യമാക്കിയാണ് കഴിഞ്ഞ ഈ വർഷങ്ങളിൽ 6-7 വർഷങ്ങൾ ഇടയിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ഇതിനിടയിൽ വന്ന തടസ്സങ്ങളോ? കേരളം എന്തെല്ലാം നേരിട്ട് ഓഖിയുടെ പ്രശ്നമുണ്ടായി, നിപ്പയുടെ പ്രശ്നങ്ങളുണ്ടായി, 2 പ്രളയങ്ങളുണ്ടായി, കോവിഡ് വർഷങ്ങളോളം കോവിഡിൻ്റെ പ്രശ്നങ്ങളുണ്ടായി, അടച്ചു പൂട്ടലിൻ്റെ പ്രശ്നങ്ങളുണ്ടായി, വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. കേന്ദ്ര സർക്കാർ ഒരു ശത്രു രാജ്യത്തോടെന്ന പോലെ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും തുടരുകയാണ്. ഇതൊന്നും പോരാതെ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെ ഇറക്കിവിട്ട് ചില ക്രിസ്ത്യൻ സംഘടനകളുടെ പാതിരിമാരുടെ എല്ലാം നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി. വിമോചന സമരം സംഘടിപ്പിക്കും എന്ന് പറഞ്ഞു. ആ പ്രക്ഷോഭത്തിന് എല്ലാവിധ പിന്തുണയും കെ സുധാകരനും VD സതീശനും എല്ലാം നൽകുകയുണ്ടായി. പോലീസിനെ പ്രകോപിപ്പിച്ച് പോലീസ് ജീപ്പ് കത്തിച്ച് ഒരു വെടിവെപ്പ് പോലും ഉണ്ടാക്കി വലിയ തോതിൽ ആളപായത്തിലേക്കെല്ലാം കാര്യങ്ങൾ എത്തിച്ച് ക്രമസമാധാന നില തകർച്ചയിലാണ് എന്ന് പറഞ്ഞ് സർക്കാരിനെ പിരിച്ചുവിടുന്നതുൾപ്പെടെയുള്ള ഒരു സ്വപ്നം കണ്ട് അവർ വികസനമല്ല സ്വപ്നം കണ്ടത്, ഈ മട്ടിലുള്ള സ്വപ്നങ്ങൾ കണ്ട് സമര ആഭാസങ്ങൾ നടത്തി. അതിനെയെല്ലാം അവധാനതയോടുകൂടി കൈകാര്യം ചെയ്ത് പ്രകോപനമില്ലാതെ ആളുകളുമായി ചർച്ച നടത്തി ഈ എല്ലാ കുത്തിത്തിരിപ്പുകളെയും അതിജീവിച്ച് സാമ്പത്തിക പരാധീനതകളെ മറികടന്നാണ് വാസ്തവത്തിൽ സർക്കാർ ഈ പദ്ധതി പൂർത്തിയാക്കിയത്. ഇനി പറയൂ, വിഴിഞ്ഞം തുറമുഖം ആരുടെ സ്വപ്നമായിരുന്നു? അത് ജനങ്ങളുടെ സ്വപ്നമാണ്. ആ തുറമുഖം യാഥാർത്ഥ്യമാക്കിയതിൻ്റെ പിറകിൽ ആരാണ് പ്രവർത്തിച്ചത്? ഗെയിൽ പദ്ധതി പോലെ, ദേശീയപാത വികസനം പോലെ, കേരളത്തിൽ അസാധ്യമാണ് എന്ന് കരുതിയിരുന്ന മറ്റ് ഒട്ടനവധിയായ വൻകിട വികസന പദ്ധതികൾ പോലെ LDF സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യമാണ് യഥാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖത്തെ യാഥാർത്ഥ്യമാക്കിയത് എന്ന് വസ്തുതകൾ നിരത്തി നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കും.